എന്റെ സർജറിയുടെ തൊട്ട് തലേ ദിവസം എനിക്ക് കോള് വരുന്നത്. ആ. അല്ല, സർജറിക്ക് കയറുമ്പോ അന്ന് രാവിലെ തിയേറ്ററിലേക്ക് കയറ്റുമ്പോഴാണ് എനിക്ക് ആ കോള് വരുന്നത്. ആ മൊബൈൽ ഞാൻ എപ്പോഴും ആലോചിക്കും, ആ മൊബൈൽ അപ്പൊ എടുത്തില്ലായിരുന്നെങ്കിലോ എന്ന്. കാരണം അവർക്ക് ഒരു ഓപ്ഷൻ പെട്ടെന്ന് അവർ നോക്കിയപ്പോ ഒക്കെ ഒരു വക്കീലിനെ വേണം. അപ്പൊ ജോർജ് കുട്ടിയുടെ വക്കീല് ആ ഒരു ഫെയിം ഉണ്ട് ആ സമയത്ത്. എന്ന വക്കീലാണ്, അപ്പൊ അവർക്ക് കഥാപാത്രം ഏൽപ്പിക്കും, ബിഹേവ് ചെയ്തോളും എന്നുള്ളതായിരിക്കും. പിന്നെ ആ സിനിമയിലാണെങ്കിൽ കണ്ടാലും അങ്ങനെ ഒരു വലിയൊരു പെർഫോമൻസ് ഒന്നുമില്ല, ഒരു പേര് അത്ര, ആ ഒരു പേരിന് ഒരു വക്കീൽ എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് വിജയുടെ വക്കീല. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ എന്റെ കാലിന് ഇങ്ങനെയാണ്, എനിക്ക് സർജറിയാണ്, ഞാൻ തിയേറ്ററിൽ കയറാം, എനിക്കറിയില്ല. അപ്പൊ ഡോക്ടർ പെട്ടെന്ന് ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അകത്ത് തിയേറ്ററിൽ പോയിട്ട് ഞാൻ ചോദിച്ചു, ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഒരു കോള് വന്നു, വിജയുടെ സിനിമയാണ് ഡോക്ടർ എനിക്ക് ചെയ്യുന്നത്, എപ്പോഴാണ് സിനിമ? ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞത് ഇന്ന ഡേറ്റാ, ഒരു കുഴപ്പമില്ല, ഇപ്പൊ നാളെ ഞാൻ തിരിച്ചു വിടും. രാജഗിരിയിലാണ് ഞാൻ ചെയ്തത്, ഡോക്ടർ മുരുകൻ, ഭയങ്കര നല്ലൊരു ഡോക്ടർ. എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റും ഉണ്ട്, ഡോക്ടർ സുഹാസ്. ഇവരുടെ രണ്ടുപേരുടെയും കോൺഫിഡൻസിലാണ് ഞാൻ പറഞ്ഞു. പിന്നെ എന്താ ഞാൻ ചെയ്യാം, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ അതേ സംവിധായകനോട്, ലോകേഷ് കനകരാജ് സാറിനോടൊന്ന് പറഞ്ഞേക്കണം. കാരണം നാളെ എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് പറഞ്ഞില്ല എന്ന് വേണ്ടല്ലോ, നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സത്യം പറയാണ്ടിരിക്കാൻ പറ്റുമോ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് റിക്കവറി ഫാസ്റ്റ് ആയി എനിക്ക്. പിന്നെ നമുക്ക് പെട്ടെന്ന് എണീറ്റ് വരണം. റാമിന്റെ ഇടയ്ക്ക് പറ്റിയൊരു ആക്സിഡന്റ് ആണ്, റാമിന്റെ ഷൂട്ടിന്റെ അവസാന ദിവസം പറ്റുന്ന ഒരു ആക്സിഡന്റ് ആണ്. പക്ഷെ അത് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയി. എനിക്ക് പെട്ടെന്ന് എണീക്കണം. അപ്പോൾ ഒരു മാസമൊക്കെ ആയിരുന്നു അതിന്റെ ഒരു ഡ്യൂറേഷൻ, റിക്കവറി. ആ സമയത്താണ് ഈ നേരിന്റെ ഞാനിരുന്ന് എഴുതാനുള്ള ഒരു കറക്റ്റ് ഒരു 1 month എനിക്ക് കിട്ടിയത്. പക്ഷെ ആ ലിയോല് ആ കോർട്ട് റൂമിൽ അവിടെ വെച്ച് ലോകേഷ് കനകരാജിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു എന്ന് കേട്ടല്ലോ, അതെന്തായിരുന്നു സംഭവം? അതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. അത് അദ്ദേഹം ഈ പറഞ്ഞ വക്കീലാണെന്ന് അറിയാം, കോടതി സെറ്റ് ഇട്ടിട്ടുണ്ട്, വലിയ കോടതി കേട്ടോ, വലിയ കോടതി, കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇങ്ങനെ ആ ഇടുന്ന പോഡിയം ഇങ്ങനെയാണ്, ജഡ്ജ് ഇരിക്കുന്ന ആ സീറ്റ്, അതിന്റെ ഒരു ബെഞ്ച് ഇവരുടെ, ഞാൻ അത് ഇങ്ങനെയാ വരുന്നത്, അപ്പൊ എപ്പോഴാ അത് എണീക്കേണ്ടത്, ആരാദ്യം ആർഗ്യൂ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ കോഡ് സീക്വൻസ് എന്നെ ഒന്ന് സഹായിക്കോ? അയ്യോ, ധൈര്യമായിട്ട്. കാരണം ഈ പറഞ്ഞ പോലെ റാമില് ജിത്തു സാറിനെ ആ കോഡ് സീക്വൻസിൽ അങ്ങനെ സഹായിച്ചാണ് ദൃശ്യത്തില് ചെറിയ എഴുത്തും വക്കീലും ആ സീക്വൻസിൽ ഞാൻ അസിസ്റ്റ് ചെയ്യണേ. അപ്പം മലയാളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് രണ്ടുപേരെ അങ്ങനെ എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയില്ലേ. ഒരു ദിവസമോ 2 ദിവസമെങ്കിലും അത്രയും. ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമ, ലോക സിനിമ അറിയുന്ന ഒരു ഡയറക്ടറും, ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറും, വലിയ ഭാഗ്യമായിരുന്നു. അപ്പൊ അവസരം നന്നായി മുതലാക്കി. വിജയ് സാറും അത് കണ്ടിരുന്നു, ഈ അസിസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ? പിന്നെ അപ്പൊ ലോകേഷ് സാർ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞത്, നിങ്ങള് എന്നെ ഹെൽപ്പ് പണി, എന്നെ അസിസ്റ്റ് പണി. വിജയ് സാർ, ഞാൻ കണ്ടല്ലോ, ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞു. സന്തോഷമല്ലേ അതൊക്കെ. ഞാനത് അയ്യോ അങ്ങനെയൊന്നും പറയുന്നത് ഇല്ല, സത്യമായിട്ടും അങ്ങനെ തന്നെയാണ്. ഒരു ആരാധിക ആയതുകൊണ്ട് തന്നെ ആ സെറ്റിൽ നിന്ന് ഫൈറ്റ് ഒക്കെ കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷന്റെ ഒരു സീക്വൻസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് കാണുമ്പോ തന്നെ നമുക്ക് വിജയ് സാർ ഇങ്ങനെ കഴുത്തിൽ തൂക്കി ഇങ്ങനെ എടുക്കുകയാണ്. നമ്മളങ്ങനെ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ, കഴുത്തിൽ തൂക്കി ഇങ്ങനെ എയറിൽ നിർത്തുന്ന ഒരു സംഭവം. കഴുത്തിൽ തൂക്കി അയാളെ ഇങ്ങനെ എടുത്ത് നിർത്തുമ്പോൾ, സാധാരണ ഒരു മനുഷ്യനെ ഇങ്ങനെ നിർത്തുമ്പോൾ നമുക്ക് എന്താ യഥാർത്ഥത്തിൽ അപ്പൊ റിയാക്ട് ചെയ്യേണ്ട അയ്യോ എന്നാണ്. പക്ഷെ നമ്മളെ ആരാധികയുടെ മൊമെന്റില് അപ്പ അങ്ങനെയല്ല, മനസ്സിലങ്ങനെയാണ്, പക്ഷെ അത് കാണിക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ വെച്ചു 2-3 ടേക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും കൂടെയൊക്കെ നിന്ന് കാണായിരുന്നു. 2 ടേക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്തത് വക്കീലാണെന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കുമല്ലോ ലോകേഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുക. അല്ല, ആദ്യം ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. തൃഷ മാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തൃഷ മാമിനെ എനിക്ക് റാമിൽ വർക്ക് ചെയ്ത് അറിയാം. പിന്നെ ഞാൻ അവിടെ പോകുമ്പോൾ ജിത്തു സാറിന്റെ വൈഫ് ലിന്റെ ചേച്ചിയുണ്ട്, ചേച്ചീനെ നന്നായിട്ട് അറിയാം അവർക്ക്. അപ്പൊ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ പോയിട്ട്, കാരണം എനിക്ക് ഈ കാലം വയ്യ, അപ്പൊ ചേച്ചിയുണ്ട്, പിന്നെ ഞങ്ങൾക്ക് അവിടെ കറങ്ങണം ഒരാഴ്ച. ഞങ്ങൾ കാശ്മീർ പോയിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യും, ഞാനും ചേച്ചിയും കൂടെ. ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും ട്രാവൽ ചെയ്യും, ഞാനും ചേച്ചി ഒറ്റയ്ക്കും ട്രാവൽ ചെയ്യും. അപ്പോൾ ഞങ്ങള് ഈ എന്റെ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ട്രാവലും കൂടെ ആയിരുന്നു. അപ്പോൾ തൃഷ മാമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന. ഇത് വന്നിട്ട് ജിത്തു സാറുടെ വൈഫ്, ഇത് വന്നിട്ട് ഇന്ന് ദൃശ്യം മൂവിയിലെ ലോയർ. അപ്പൊ എന്നെ വിളിക്കുന്ന രാംകുമാറാണ്, പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പൊ പുള്ളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ പറഞ്ഞു, ഇവര് നിജമാ ലോയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ അവര് ഭയങ്കര അപ്പടിയാ നിജമാ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ. പിന്നെ വിജയ് സാറും കേസിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നു, നമ്മുടെ ഇവിടുത്തെ കേസ്, ക്രൈമിന്റെ കാര്യങ്ങള്, ഫീസിന്റെ കാര്യം, നിങ്ങൾ എങ്ങനെയാ കോടതിയിൽ ഫീസ്? ഞാൻ ഒരു വക്കീലിന്റെ ഫീസ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. ഓക്കെ. അതുപോലെ ദൃശ്യത്തില് ഇപ്പൊ പറയുമ്പോ എല്ലാവർക്കും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ദൃശ്യത്തിലെ ആ വക്കീല് എന്ന് പെട്ടെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരൊറ്റ സീനായിരുന്നു, ഞെട്ടി വാങ്ങുളം ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു സീന്. പക്ഷെ അത് ശരിക്കും കംഫർട്ട് ആയിരുന്നില്ല ആ സമയത്ത് എന്ന് കേട്ടല്ലോ. കാരണം നമ്മൾ ഇപ്പൊ ഒരു ടേക്ക് പറഞ്ഞു, നമ്മൾ ആക്ഷൻ പറഞ്ഞു, നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അത് ഒത്തിരി കൂടിപ്പോയെന്ന് തോന്നി.
കാരണം ഞാൻ അങ്ങനെ ഇത്രയും ആയിട്ട് ആശ്ചര്യപ്പെടേണ്ടായിരുന്നു. വന്നതല്ല, ഇത്രയും വേണം, ഭയങ്കര എക്സാജറേഷൻ, ഭയങ്കര ആയി പോയില്ലേന്ന് തോന്നി. പക്ഷെ സാറ് പറഞ്ഞല്ല, അത് ഓക്കെയാണ്, ഡയറക്ടറാണ് സാർ എന്ന് പറയുന്ന ഡയറക്ടർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് അതിനകത്ത് പിന്നെ കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. സാറിന് വിശ്വസിച്ച് നിൽക്കും. ഇപ്പൊ നേരിലും അതെ, നേരിൽ ഇപ്പൊ നമ്മള് നേരിൽ ഏതൊരു സിനിമയിലും നമ്മൾ ചെയ്യുന്ന ഒരു പോർഷൻ ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത് അത് മതിയോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ അത് എനിക്കതൊരു അനുഗ്രഹമായി. അതെ, അതിലൂടെ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. അതുപോലെ അതിലെ ആളുകൾ ചോദിക്കുന്നുണ്ട് നേരിനെ കുറിച്ച്, പെട്ടെന്ന് തെളിവുകൾ ഹാജരാക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തെളിവുകൾ ഹാജരാക്കുമോ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പലരും കമന്റ് ഒക്കെ. എവിടെ ഹാജരാക്കുമെന്നാണ് ഈ കോടതിയിൽ പെട്ടെന്ന് തെളിവ് കൊടുക്കുന്നുണ്ടല്ലോ, ഓടി വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇലക്ട്രോണിക് എവിഡൻസ് ആണ് 65B ഒക്കെ ഇടയില്ലേ. ഇതിന്റെ ബേസിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ എന്റെ കയ്യിൽ സ്ക്രിപ്റ്റ് ഇല്ല, സിനിമയൊക്കെ കഴിയട്ടെ, മറ്റൊരു അവസരം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. എഴുതി കൂട്ടിയ പേജുകൾക്ക് കണക്കില്ല. ഇവിടെ എന്റെ ഓഫീസിലിരിക്കുന്ന എത്രയോ 100 കണക്കിന് പേജസ് ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. ഈ പ്രൊസീജിയർ എല്ലാം ഇപ്പൊ ഇത് കൊടുക്കുന്നു, അവര് 2 ദിവസം സമയം ചോദിക്കുന്നു, പിറ്റേന്ന് വന്ന് അതിന്റെ ഒബ്ജക്ഷൻ കേട്ട് ആർഗ്യ ചെയ്യുന്നു. സിനിമ തീരണ്ടേ 2.5 മണിക്കൂറിൽ? ഇത് 4 പാർട്ടായിട്ട് ഇറക്കാൻ പറ്റില്ലല്ലോ നമുക്ക്, അല്ലെ? 2 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ 20 മിനിറ്റ് അല്ലെങ്കിൽ 2.5 മണിക്കൂറിൽ തീരണം എന്ന് പറയുമ്പോൾ ഈ പ്രൊസീജിയർ അതുപോലെ കാണിക്കാൻ പറ്റും. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താ, ഒരു ഇലക്ട്രോണിക് എവിഡൻസ് ഹാജരാക്കുമ്പോൾ അതിനകത്ത് 65B സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. അതൊരു പുതിയ അറിവാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച്, അല്ലെ? ഇത് ചുമ്മാ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ, അല്ലെ? പിന്നെ മറ്റൊരു കാര്യം ഞാൻ കേട്ടു, എന്താണ് ഈ പ്രോസിക്യൂഷൻ ആദ്യം ഒരു കേസ് നടക്കുമ്പോൾ ആദ്യം പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ വിക്ടിമിന്, ഇപ്പൊ എനിക്ക് നേരെയാണ് അതിക്രമം നടക്കുന്നതെങ്കിൽ എനിക്ക് വേണ്ടി ഗവൺമെന്റ് വക്കീലുണ്ടാകും. ഗവൺമെന്റ് വക്കീലിൽ എനിക്ക് സംതൃപ്തി ഇല്ലെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ എനിക്ക് ഒരാളെ വെക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെക്കാവുന്നതാണ്. ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അതിന്റെ പ്രൊസീജിയറും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാണുന്നവർക്കെ നാളെ ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് എടുത്ത് നോക്കാം. അത് കഴിയുമ്പോൾ പ്രോസിക്യൂഷന്റെ വാദം തുടങ്ങും. പ്രോസിക്യൂഷന്റെ എവിഡൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡിഫൻസിന്റെ തുടങ്ങും. ഡിഫൻസ് വാദിക്കുന്നതിനിടയിൽ വീണ്ടും പ്രോസിക്യൂഷൻ വിജയമോഹൻ കൊണ്ട് ഓരോന്ന് കയറ്റുക. അത് നടക്കോ ഇല്ലയോ എന്നുള്ളതാ. അപ്പൊ അത് നടക്കോ ഇല്ലയോ എന്നുണ്ടെങ്കിൽ 165 എവിഡൻസ് ആക്ടും ഈ 311 CRPCയും കൂടെ കമ്പൈൻ ചെയ്ത് വായിക്കണം. മനസ്സിലായി? ഇപ്പൊ ഇത് കേട്ടിട്ട് പലരും നാളെ എഴുതും ഇവരെവിടുത്തതാണെന്നൊക്കെ ചോദിച്ചിട്ട്. അതിന് ഞാൻ അപ്പൊ മറുപടി കൊടുത്തോളാം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് കോടതിയിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ട്രയൽ ലോയർക്കോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കാണുന്ന ന്യായാധിപനോ ഇതിൽ വലിയ കല്ലുകടി തോന്നില്ല. സിനിമാറ്റിക് ആകേണ്ടടുത്ത് മാത്രമാണ് സിനിമാറ്റിക് ആയിരിക്കുന്നത്. ഞാൻ ഈ പ്രൊസീജിയർ എല്ലാം കൂടെ എടുത്തു കഴിച്ചു. വക്കീലമാരൊക്കെ സന്തോഷിച്ചു, ആഹാ ഗംഭീരം. ഇത് സാധാരണ ഒരു പ്രേക്ഷകന് ഇഷ്ടപ്പെടണ്ടേ, അവരെങ്ങനെ വന്നിരുന്നത് കാണും. ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് വലിയൊരു ടാസ്ക്കാണ്. ഇപ്പൊ ഈ കാണുന്ന സിനിമ പ്രേക്ഷകനെ 2.5 മണിക്കൂർ ആദ്യം മുതൽ പിടിച്ചിരുത്തി കോടതിയിൽ കാണുന്ന ഈ പ്രൊസീജിയർ ഉൾപ്പെടെ അവർക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടോ, ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ്, ഇന്ന സെക്ഷൻ ഇന്ന വകുപ്പ് പ്രകാരമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ഐഡിയ ഉണ്ട് അവർക്ക്, ഇല്ലേ? കണ്ട് നിങ്ങൾക്കില്ലേ ഒരു ട്രയൽ എങ്ങനെ നടത്തേണ്ടെന്ന് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇത്രയും മതി, ഒരു ബേസിക് ഒരു നോളജ് മതി നമുക്ക്. ഇങ്ങനെയാണ് ഞാൻ എന്നും കണ്ടെന്ന്. ഞാൻ നമ്മുടെ മാത്യു കുഴൽനാടൻ MLA പുള്ളിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു അഗതി മന്ദിരത്തിലെ 100 അമ്മമാര് വന്ന് അവർക്ക് കൊച്ചിയൊക്കെ ഒന്ന് ചുറ്റി കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫ് എല്ലാവരും കൂടെ ഓർഗനൈസ് ചെയ്തൊരു പരിപാടി നല്ലതായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ നേരിന്റെ സക്സസിന്റെ സന്തോഷത്തിലും നിറവിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ നിൽക്കുമ്പോൾ ഒരു നന്മ എന്നുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത്.